നമ്മുടെ പൊക്കിൾക്കൊടി മുതൽ മുകളിലേക്കുള്ള ഹൈറ്റ് എടുത്തിട്ട് ടോട്ടൽ ഹൈറ്റ് എടുത്തൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് കേൾക്കുന്നവരൊക്കെ അത് മെഷർ ചെയ്യണം. ഓക്കെ, അതിൻ്റെ റേഷ്യോ 1.165 1.1618 അങ്ങനെയൊക്കെ ഒരു റേഷ്യോ വരികയാണെങ്കിൽ 1.16 വരികയാണെങ്കിൽ യു ആർ. ഡോക്ടർ TPS, മേളം കറി മസാല ABC ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഗോൾഡൻ റേഷ്യോ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ സൗന്ദര്യത്തിലും ലോകത്ത് എനർജി കൺസംഷനിലും ഒക്കെ ഈ ഗോൾഡൻ റേഷ്യോയുടെ പങ്ക് വളരെ വലുതാണ്. എന്താണ് ഈ ഗോൾഡൻ റേഷ്യോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ അനുപാതം. ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാനുപാതം. സ്വർണത്തിന് വില കൂടിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ആഡംബരത്തിനും സൗന്ദര്യത്തിൻ്റെ പൊന്നിൽ കുളിച്ചവൾ നിൽക്കുകയാണിന്നൊരു മഞ്ഞക്കണിക്കൊന്ന പൂത്ത പോലെയെന്ന്. മഞ്ഞക്കണിക്കൊന്നയുടെ കാലം വരാൻ പോലെ. അപ്പോൾ കണിക്കൊന്നയാണ് ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ, അത് തൂങ്ങിക്കിടക്കുന്ന ഭംഗി. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈ കൈലാസത്തെയൊക്കെ കാണുന്ന സമയത്ത് ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ കണ്ട് ആശാനൊക്കെ പാടുന്നത് ഈ സ്വർണത്തിൻ്റെ മുകളിൽ സാൻഡ്, സാധാരണയുള്ള പൂഴിയിൽ സ്വർണത്തിൻ്റെ കളറ് വരും സൂര്യരശ്മികൾ അടിക്കുമ്പോൾ. അങ്ങനെയാണ് കുബേരൻ്റെ നാട് എന്ന പേര് തന്നെ വന്നത്. കൈലാസത്തിന് കുബേരൻ്റെ നാടെന്നാണ് പറയുക. കുബേരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളാണ് കൺസെപ്റ്റിൽ. അപ്പോൾ അവരുടെ താഴികക്കുടങ്ങളൊക്കെ മികവുടയ കുബേരപത്തനത്തിൽ സുകനകമാകിയ താഴികക്കുടങ്ങൾ എന്നാണ്. കനകമായിട്ടുള്ള താഴികക്കുടങ്ങളാണ്. ആലോചിച്ച് നോക്കുക, എല്ലാ റൂഫും ഗോൾഡൻ ആവുക. അങ്ങനെ ഒരു ഗോൾഡൻ റൂഫൊന്നുമില്ല. അത് ഈ സൂര്യപ്രകാശം ഏറ്റിട്ട് പിന്നെ പൂഴിമണ്ണിനുണ്ടാവുന്ന മെക്കനസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സിനിമയുണ്ട്. അത് നമ്മൾ പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാൻ വഴി മുകളിലൂടെ പറന്നു പോകുമ്പോൾ താഴത്തോട്ട് നോക്കിയാൽ കംപ്ലീറ്റ് ഗോൾഡ് മൈൻസ് പോലെയായിട്ട് തോന്നും അഫ്ഗാനിസ്ഥാനൊക്കെ. അതാ പ്രകൃതിയുടെ ഒരു ഭംഗിയാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഗോൾഡ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഗോൾഡൻ റേഷ്യോ എന്നുള്ള പേര് വന്നത്. ഏറ്റവും നല്ല റേഷ്യോ, ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നർത്ഥം. എന്താണ് ഒരു സക്സസ് റേഷ്യോ ആണോ? അല്ല, അത് നമ്മുടെ സൗന്ദര്യം അളക്കാൻ. ഇപ്പം ബ്യൂട്ടി കോൺടെസ്റ്റിൽ മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് എന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അവർക്കൊരു അനുപാതമുണ്ട്. ഈ നമ്മുടെ പൊക്കിൾക്കൊടി മുതൽ മുകളിലേക്കുള്ള ഹൈറ്റ് എടുത്തിട്ട് ടോട്ടൽ ഹൈറ്റ് എടുത്തൊന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇത് കേൾക്കുന്നവരൊക്കെ അത് മെഷർ ചെയ്യണം. ഓക്കെ, അതിൻ്റെ റേഷ്യോ 1.165 1.1618 അങ്ങനെയൊക്കെ ഒരു റേഷ്യോ വരികയാണെങ്കിൽ 1.16 വരികയാണെങ്കിൽ യു ആർ ബ്യൂട്ടിഫുൾ, ഹാൻസം. നിങ്ങളുടെ റേഷ്യോ പൊക്കിൾക്കൊടി മുതൽ തലയുടെ മുകളിൽ വരെ അളക്കുക. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് അളക്കുക. ഈ റേഷ്യോ ഒന്ന് ബാറ്റേ റേഷ്യോ എടുക്കുക. എന്നിട്ട് ടോട്ടൽ ഹൈറ്റ് എടുത്തിട്ട് ഇതിനെ പൊക്കിൾക്കൊടി മുതൽ മുകളിലുള്ളത് ന്യൂമറേറ്ററിലും മുകളിലും മറ്റേത് താഴത്തും വെച്ചിട്ട് മെഷർ ചെയ്യുക. അത് എങ്ങനെയാണ് ആ നമ്പറിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ ആ നമ്പർ സിസ്റ്റം ഫെബോനാഷി നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഫെബോനാഷി എന്ന് പറയുന്നത് ഇറ്റലിക്കാരനായ നമ്മൾ ലിയാനാർഡോ ഓഫ് പിസ ഇറ്റലിയിലുള്ള ഒരാളാണ്. അയാളാണ് ക്രോഡീകരിച്ചത്. അത് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള അറിവുകളെ, അദ്ദേഹത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേരിൽ ഒരാൾക്ക് പേരും ആവാലോ. ലിയാനാർഡോ എന്ന അയാളുടെ പേര്. ശരിക്കും പിസ സ്ഥലപ്പേരാണല്ലേ? ഇറ്റലിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പേര് വെച്ചിട്ടാണ് അയാൾ കുറേ സ്ഥലത്തുള്ള അറിവുകളെ സംഘടിപ്പിച്ചിട്ട് ഇയാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫെബോനാച്ചി നമ്പർ സിസ്റ്റം, ആ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണല്ലോ. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 1 1, അടുത്ത നമ്പർ ഈ 1ഉം 1ഉം കൂട്ടിയിട്ട് 2, പിന്നത്തെ നമ്പർ ഈ 1ഉം 2ഉം കൂട്ടിയിട്ട് 3, പിന്നത്തെ നമ്പർ 2ഉം 3ഉം കൂട്ടിയിട്ട് 5, പിന്നെ 5ഉം 3ഉം കൂട്ടിയിട്ട് 8, 8ഉം 5ഉം കൂട്ടിയിട്ട് 13. അങ്ങനെ പോകുന്ന നമ്പർ സിസ്റ്റത്തിന്റെ പേരാണ് ഫെബോനാച്ചി നമ്പർ സിസ്റ്റം. എന്നിട്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? 1 അടുത്ത നമ്പർ എടുത്തിട്ട് 1/1, പിന്നെ 1 ഡിവൈഡഡ് ബൈ, അപ്പോൾ ആദ്യത്തെ നമ്പർ 1, അടുത്ത നമ്പർ 1, പിന്നത്തെ നമ്പർ 2, അപ്പോൾ 1/2, അടുത്ത 2/3, അടുത്ത 2/3, പിന്നെ 3/5, പിന്നെ 5/8, പിന്നെ 8/13, അങ്ങനെ 13/21. അങ്ങനെ പോകുന്ന നമ്പർ അവസാനിക്കുന്ന നമ്പറിനാണ് ഈ 1.16 എന്നുള്ള നമ്പർ. 1.8 എന്നുള്ള നമ്പറിലേക്ക് പോകും. അപ്പോൾ ഈ ഗോൾഡൻ റേഷ്യോയിൽ എത്തിയാൽ ആ ഗോൾഡൻ റേഷ്യോയുടെ സൗന്ദര്യത്തിന്റെ തലത്തിൽ നിൽക്കുന്നത് ബ്രെയിൻ ആകർഷിക്കപ്പെടുമോ? എല്ലാം അത് നമ്മൾ ഹഠാത് ആകർഷിക്കപ്പെട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്യൂട്ടി മാത്രമല്ല, ഇപ്പം നമ്മളൊരു വീട്ടിലുള്ളൊരു മിറർ, എപ്പോഴെങ്കിലും സ്ക്വയർ മിറർ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലെങ്ത് ടു ബ്രെഡ്ത്ത്
ഒരു റേഷ്യോ ഉണ്ട്. ഉം. അങ്ങനെയും മിറർ ഉണ്ടാക്കാറുള്ളൂ. ഉം. ഫോട്ടോ ഫ്രെയിം ഉം. സ്ക്വയർ നമ്മൾ വളരെ വിരളമായിട്ട് കാണും. പക്ഷെ സാധാരണ കാണുന്നത് ഏതാ? ഒരു റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് എടുത്തിട്ട് ഡിവൈഡ് ബൈ ദ ലെങ്ത്. ഹൈറ്റ് എടുക്കുക, ബ്രെഡ്ത്ത് എടുക്കുക, ഡിവൈഡ് ചെയ്യുക. ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് വിൽ ബി 1.6. അതിന് ഉദാഹരണത്തിന് വേറെ കാര്യം, നമ്മുടെ എത്ര തലയുണ്ടെന്ന് വെച്ചാൽ ഒരു തലയേ ഉള്ളൂ, മൂക്കൊന്നേ ഉള്ളൂ, 2 കണ്ണാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള സ്പെയർ പാർട്ടുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റത്തിൽ ഒന്നായിരിക്കും. 5 ഫിംഗേഴ്സേ ഉള്ളൂ. നമ്മളൊരു മരം എടുത്തിട്ട് അതിലൊരു ബ്രാഞ്ച് എടുത്തിട്ട് അതിൽ ഓലയുടെ എണ്ണം, ഇപ്പം ഇതാന്ന് വിചാരിക്കുക, തെങ്ങ്, ഓലയുടെ എണ്ണം എടുത്താൽ ഈ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റമേ ഉള്ളൂ. ഒരു നമ്മുടെ സൺഫ്ലവറിൻ്റെ ഒക്കെ അതിൻ്റെ അകത്തുള്ള ഒരു പൂവിൻ്റെ കണികകളുണ്ടാവും, വിത്തുകൾ, അതെണ്ണി നോക്കിയാൽ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റം വരുള്ളൂ. അപ്പോൾ പ്രകൃതിയിൽ ഉള്ള എല്ലാ സംഭവങ്ങൾക്കും ഫിബൊനാച്ചി നമ്പർ സിസ്റ്റത്തിൻ്റെ ക്രമത്തിൽ മാത്രമേ ലോകത്തിലെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നാണ് ഭഗവാൻ. ഇപ്പോൾ ലോകത്തിനൊരു ക്രമം ഉണ്ടല്ലോ, ആ ക്രമവും സൗന്ദര്യവും, ആ ക്രമത്തിൻ്റെ റേഷ്യോ എടുത്താൽ സൗന്ദര്യത്തിൻ്റെ അളവ്, ആ ക്രമം എന്ന് പറയുന്നത് ഒരു ഫിബൊനാച്ചി നമ്പർ സിസ്റ്റം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളല്ല, കുറേ പേര് ആകർഷിക്കും. ഇപ്പം ഞാൻ ഒരാളെ ആകർഷിക്കും, അല്ലെങ്കിൽ എന്നെ ഒരാളെ ആകർഷിക്കും. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ ആകർഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെയാണല്ലോ പറയാം. ചിത്രകാരന്മാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. എല്ലാ കലകളിലും അറിയാതെ ഈ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റം, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ ഇത് നമ്മളിൽ വന്നു പോകുന്ന പറയുന്നത്. അത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് മനോഹരമായി എന്തോ കാണുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ അസസ് ചെയ്ത് നോക്കി ഇതുണ്ടാവും. റിതമിക് ആണ്. ഈ റേഷ്യോയിൽ പെടുന്ന ഏതെങ്കിലും നമ്പറുകളായിരിക്കും, അതാണ് നമ്മൾ ഇഷ്ടപ്പെടുക. അത് ലോകത്തിലെ വലിയൊരു സിദ്ധാന്തമാണ്, ക്രമവും സൗന്ദര്യവും. നമ്മുടെ കവിതകളിലൊക്കെ മീറ്റർ എന്ന് പറയും. എത്രയാണ് നമ്മളിപ്പം അനുഷ്ടുപ്പ് ശ്ലോകം എന്ന് പറയുന്നത്, അനുഷ്ടുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു എണ്ണം. 8 എന്ന് പറയുന്ന നമ്പർ വളരെ പ്രാധാന്യമുള്ള നമ്പറാണ്. 13 എന്ന് പറയുന്ന നമ്പർ അതിനേക്കാളും പ്രാധാന്യമുള്ള നമ്പറാണ്. അപ്പോൾ ഈ കൊള്ളുന്നൊക്കെ പറയുന്ന ഒരാൾക്ക് കൊള്ളാത്തതുകൊണ്ടാണ്. ഇപ്പം ഏറ്റവും നല്ല നമ്പർ 13 എന്ന് പറയുന്ന നമ്പറാണ് വാജ്പേയിയുടെ നമ്പർ എന്ന് പറയുന്നത്. അദ്ദേഹം 13 ദിവസം ഇരുന്നിട്ടുള്ളൂ, 13 മാസം ഇരുന്നിട്ടുള്ളൂ എന്നൊക്കെ ഭരണത്തിലിരിക്കും. 13-ാം തീയതി അധികാരം ഏറ്റിട്ടുള്ളൂ. അതാ പറയുന്നത്. അപ്പോൾ അത് ഓരോരാൾക്കും ഓരോ സ്പെസിഫിക് നമ്പറുകളാണ്. ഈ ലോകത്തിൽ പല സംഭവങ്ങളും നമ്മൾ വളരെ റയറായിട്ട് നടക്കുക, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നടക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുക, ഇതിനൊക്കെയുള്ള ഒരു റാൻഡംനെസ് പോലെയല്ല, മോർ ജനറിക് ആയിട്ട് കാണുന്ന സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഭംഗി എന്ന് പറയുക. അത് ഫിബൊനാച്ചി നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, അത് പ്രകൃതിയാണ്, പ്രകൃതി നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ പ്രകൃതി കണക്റ്റഡായി നിൽക്കുന്നത് കൂടുതൽ ആകർഷിക്കപ്പെടും, കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കലാണ്, കണക്കുകൂട്ടുകയും. ഇഷ്ടം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണല്ലോ, അത് ആകർഷിക്കപ്പെടുകയാണ്. ആകർഷിക്കുന്നത് എപ്പോഴും മനസ്സാണ്, ബുദ്ധിയല്ല. നമ്മൾ ബുദ്ധിയിൽ ആലോചിച്ചാൽ ചിലപ്പം ബാങ്ക് ബാലൻസ് ഒക്കെ നോക്കും ഒരാളെ സ്നേഹിക്കുമ്പോൾ. മനസ്സോട് ആകർഷിക്കാൻ ഒരു ഫ്രീക്വൻസി മാച്ച് ഉണ്ടായാൽ മതി. ആ മാച്ച് എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ വരുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അദ്ദേഹം ഇറ്റലിയിൽ ജനിച്ചു, അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പഠിച്ചത് പല സ്ഥലത്തുമാണ്. കാരണം അന്നത്തെ ലോകത്തൊക്കെ ആൾക്കാർ പല സ്ഥലത്തും പോയിട്ട് പല കൺസെപ്റ്റുകളും പഠിച്ചു, വായിച്ച് മനസ്സിലാക്കി. യൂറോപ്പിൽ പോയിട്ടുള്ള ആളാണ്, ആഫ്രിക്കൻ ഭാഗത്ത് പോയിട്ടുണ്ട്, ചിലപ്പോൾ ഇന്ത്യയിലും വന്നിട്ടുണ്ടാവാം, നമുക്ക് തന്നെ അറിയില്ലല്ലോ. ഇതിപ്പോൾ ഈ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സാധനം, ഒരു മുമ്പ് എപ്പോഴോ വായിച്ചോ കേട്ടോ മനസ്സിലാക്കിയ ഒരു സാധനം, ലോകത്തൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കണ്ടെത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്. അല്ല, ഡിസ്കവറി എന്നാണ് നമ്മൾ പറയാം. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ കവർ ചെയ്ത് വെച്ചിട്ട് അതിനെ ഡിസ് ചെയ്യണം, റിമൂവ് ചെയ്യുന്നതാണ്. മറ്റൊന്നുള്ള ഇൻവെൻഷനാണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ 1-2 സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഇൻവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് വ്യത്യാസം. ഡിസ്കവറി ഈസ് സംതിങ് കവേർഡ്. ഹിരൺമയേന പാത്രേണ എന്ന് പറയാം. എന്തോ ഒരു സാധനം മൂടി വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ ഒരു പാത്രം കൊണ്ടാണ്. തുറക്കുമ്പോഴാണ് അതിനകത്ത് നല്ലതാണോ മോശമാണെന്നൊക്കെ അറിയാം. ആദ്യം അത് എഗൈൻ ഹിരൺമയേന, സ്വർണ്ണമാണ്. ആ ഹിരണ്യകശിപ്പ് എന്ന് പറയുന്നതൊക്കെ എല്ലാ മഞ്ഞ കളറുള്ള ഭംഗിയുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ആകർഷിക്കപ്പെടുന്നതിനെ, ആ ആകർഷിക്കപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മളവിടെ പോകുന്നത്, അതുകൊണ്ടാണല്ലോ തുറക്കുന്നത്. അപ്പോൾ ആദ്യം ആകർഷിക്കപ്പെടണം.
അങ്ങനെ ആകർഷിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. അതെന്താണ് എന്ന ചോദ്യം, ബാക്കി മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത മനുഷ്യനുള്ള ഏക ഗുണം അതാണ്. അപ്പോൾ എല്ലാ ഇൻവെൻഷൻ്റെയും പിന്നിൽ ആദ്യം ആകർഷണം, പിന്നെ ചോദ്യം, പിന്നെയാണ് ചിന്ത വരുന്നത്. അങ്ങനെയാണ് കണ്ടുപിടുത്തത്തിലേക്ക് പോകുക. ഇപ്പോൾ ഡിസ്കവറി എന്ന് പറയുന്നതായാലും ഇൻവെൻഷൻ എന്ന് പറയുന്നതായാലും അതിലൊക്കെ ആദ്യം വേണ്ടത് ആകർഷണമാണ്. അപ്പോൾ ഈ ഐസക് ന്യൂട്ടനൊക്കെ ഡിസ്കവറി ആണോ നടത്തിയത്, ഇൻവെൻഷൻ ആണോ? അത് ഒരു ഫോർമുലേഷനാണ്, അത് എക്സ്പ്ലനേഷനാണ്. ഈ ഗുരുത്വാകർഷണം ഇൻവെന്റ് ചെയ്തതല്ലല്ലോ, അതുള്ളതാണ്, ഡിസ്കവറിയാണ്. മറ്റേ ടെസ്ലയൊക്കെ ഇപ്പോൾ കറണ്ട് അത് പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഒരു ടെക്നോളജി ഡെവലപ്മെൻ്റ് ആയി, എഞ്ചിനീയറിംഗ് ആയി. അതിൻ്റെ ബേസിക് സയൻസ് എന്ന് പറയുന്നത് ഒരു പ്രാബല്യത്തിൽ വരുന്ന ഒരു ആദ്യത്തെ ഗാഡ്ജറ്റ് ഉണ്ടാക്കിയാൽ അത് എഞ്ചിനീയറിംഗ് ആണ്. അതിനെ ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ടെക്നോളജി. ഈ ചെറിയ ചെറിയ വാക്കുകളിൽ വലിയ വ്യത്യാസമുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഇതെല്ലാം ഡിസ്കവറിയുടെ ഭാഗമാണല്ലേ, അതോ ഇൻവെൻഷന്റെ ഭാഗമാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം. ഇന്ത്യയിൽ കുറേ സംഭവങ്ങളുണ്ട്, പക്ഷെ അതിനൊക്കെ കണ്ടുപിടിച്ച് ഡോക്യുമെന്റ് ചെയ്യാണ്. ഇപ്പം മെഗല്ലൻ എന്ന് പറയുന്ന ഒരാൾ വന്നു, അല്ലെങ്കിൽ വേറൊരാൾ യാത്രികൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷെ ആ സാധനം ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കവർ ചെയ്തതിനെ ഡിസ്കവറിയാണ്. അതിനാണ് ഡിസ്കവറി എന്ന് പറയാം. അത് ഓൾറെഡി ഉള്ളതാണ്. ഇപ്പൊ ഈ ഗിന്നസ് പോലുള്ള സാധനങ്ങളല്ലേ, വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം, അതെന്താ? അല്ല, അതൊരു റെക്കഗ്നീഷൻ സർട്ടിഫിക്കേഷൻ അല്ലേ. നിങ്ങളുടെ ഒരു കഴിവുണ്ട്, ആ കഴിവ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രകടമായി പറഞ്ഞു കൊടുക്കും. അത് കണ്ടെത്തലല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ചില കണ്ടെത്തലുകൾ നടത്തിയ ആൾക്കാരെ അഭിനന്ദിക്കാനും ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്, റെക്കഗ്നീഷനാണ്, അവാർഡുകളാണ്. പക്ഷെ ഇന്നത്തെ ലോകം അത്തരം, നമ്മളിപ്പം ഈ കുറേ ഇത്തരം പഴയ കണ്ടുപിടുത്തങ്ങളും കുറേ ലോങ് ലൈഫായിട്ട് നിൽക്കുന്ന സംഭവങ്ങളും ഒക്കെ പഠിച്ച മഹാന്മാരെയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഇത്തരം കൺസെപ്റ്റുകൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഷോർട്ട് ടേമായിട്ട് നമ്മളൊന്നിനെയും വില വെക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് ടേമായിട്ട് ഒന്നിനെ വില വെക്കുന്നത് കൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല. ഇതൊരു വലിയൊരു മലകയറ്റം പോലെയാണ്. ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അവസാനം അതിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, അങ്ങനെയായിരുന്നു യാത്രികന്മാർ, അങ്ങനെയായിരുന്നു ഗവേഷകന്മാർ. ഇപ്പം ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 1000 ഗവേഷണങ്ങൾ നടത്തിയിട്ട് എല്ലാം തോറ്റിട്ടായിരിക്കും അവസാനം ഇത് ഒരു പ്രാവശ്യം തെളിഞ്ഞിട്ടുണ്ടാവും. ഐസക് ന്യൂട്ടൻ്റെ അടുത്താണോ ഐൻസ്റ്റീൻ്റെ അടുത്താണോ നിങ്ങൾ 2500 തവണ? എല്ലാ സയൻറ്റിസ്റ്റുകളുടെ അടുത്തും സാധാരണ പറയുന്ന കഥയാണ്. ഇപ്പം എല്ലാവരുടെ അടുത്തും, ഇപ്പം ബൾബ് ഉണ്ടാക്കിയ അടുത്തും ചോദിക്കാം, എഡിസന്റെ അടുത്തും ചോദിക്കാം, ഇത് എങ്ങനെയാണ്, എത്ര പ്രാവശ്യം തോറ്റു. ഓരോ പ്രാവശ്യവും ഞാൻ എങ്ങനെയാണിത് സാധിക്കില്ല എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു എന്ന് പറയാം. എവറിതിങ് ഈസ് ലേണിംഗ്. അങ്ങനെ ഒബ്സർവേഷനാണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അപ്പോൾ നമ്മൾ ഗോൾഡൻ റേഷ്യോയിൽ നിന്ന് കൺസിസ്റ്റൻസിയിലെത്തി, കൺസിസ്റ്റൻസിയിൽ നിന്ന് ഡിസ്കവറിയിലെത്തി, ഡിസ്കവറിയിൽ നിന്ന് ഇൻവെൻഷനിലെത്തി, അവിടെ നിന്ന് എഞ്ചിനീയറിംഗിലും ടെക്നോളജിയിലേക്കും എത്തി. പക്ഷെ ഇവിടെ എല്ലാം ഒരു ഗോൾഡൻ റേഷ്യോ ഉണ്ടെന്നുള്ളതാണ്. എല്ലായിടത്തും ഈ നമ്മുടെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവിൻസിങ് ആക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ അവസാനം എത്തിപ്പെടുന്നതൊക്കെ എപ്പോഴും ഒരു പാറ്റേൺ ഉള്ളതും ഒരു ക്രമമുള്ളതും. ക്രമം എന്നാണല്ലോ പറയാം, ഓർഡറിന്. ക്രമമില്ലാത്തതിന് അക്രമം എന്നാ പറയാം. കുറേ അക്രമികളുണ്ടാവും. ഈ ക്രമത്തിലെത്തണമെങ്കിൽ കുറേ ആലോചിക്കണം, സമയം ചെലവഴിക്കണം, പഠിക്കണം, ക്ഷമ വേണം, നമ്മൾ അതിനെ ഉള്ളിലേക്ക് ആവാഹിക്കണം. ജീവിതക്രമമാണ് ആദ്യം വേണ്ടതാണ്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ എനിക്കറിയാം, തീർന്നു. അവൻ അക്രമിയാണ്, അവൻ അജ്ഞാനിയാണ്, അത് തിമിരം എന്നാണ് പറയാം. തിമിരം എന്നാണ്. അപ്പം നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുമ്പം ഞാനൊരു നിർവചനത്തിലെത്തിക്കോട്ടെ. നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ശ്രമങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ റേഷ്യോയിൽ എത്തിക്കാൻ പറ്റിയാൽ അത് യു ബിക്കം സക്സസ്ഫുൾ, യു ബിക്കം ബ്യൂട്ടിഫുൾ. ബാക്കിയുള്ളവർ നിങ്ങളിൽ കാണും, ഇയാൾക്ക് ഗുണമുണ്ടെന്ന്. അന്ധന്മാർ ചിലപ്പോൾ കണ്ടു വരില്ല, അക്രമികൾ ഗോൾഡൻ റേഷ്യോ നമ്മൾ തിരിച്ചറിയുകയും വേണം. ചില ഭാഗ്യവാന്മാർ തിരിച്ചറിയാതെ ആ റേഷ്യോയിൽ എത്തുകയും ചെയ്യും. ജന്മം കൊണ്ടുണ്ടാവും കുറേയൊക്കെ DNA പാറ്റേണിലും നമ്മുടെ കൾച്ചറും നമ്മുടെ സാഹചര്യവും ഒക്കെ അങ്ങനെ എത്തി. അപ്പോൾ നന്ദി TPS. This video is powered by Melam Curry Powder.